ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ എക്സ്പോ ആൻഡ് ഫ്ലവർ ഷോ നടക്കുന്ന പുത്തൂർ എന്ന സ്ഥലത്താണ്. ബൈപ്പാസ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഫ്ലവർ ഷോൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ആയിരക്കണക്കിന് ഫ്ലവർ ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം നമുക്കൊന്ന് കാണാം. അത്യാവശ്യം ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിലൊക്കെ ചെന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. ഊട്ടിയിൽ ചെന്നാൽ നല്ല തണുപ്പുണ്ടാവും, ഇവിടെ തണുപ്പില്ല എന്നുള്ളൂ. പക്ഷേ ഊട്ടിയിലുള്ള അത്രയും ഫ്ലവർ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ ഒക്കെ വരുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. ഏതായാലും എല്ലാവരും വന്നത് ആസ്വദിക്കുക, കുട്ടികളൊക്കെ ആയിട്ട് വരിക. കാരണം എന്താ പറയുക, ഇപ്പോൾ ചൂടൊന്നും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ചൂട് കുറവ് തന്നെയാണ്. നമ്മൾ ഊട്ടിയിലൊക്കെ പോയൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ടിക്കറ്റൊക്കെ ചെറിയൊരു ടിക്കറ്റുള്ളൂ, 60 രൂപ ഉള്ളൂ ഇതിനുള്ളിൽ കിടക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. ഗാനമേളുണ്ട്, എല്ലാ ഫുഡ് കോർട്ടുണ്ട്, അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ കണ്ട് ആസ്വദിക്കുക. ഇത് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിലാണ്. അവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. കുട്ടികളായിട്ട് എല്ലാവരും വരിക. ഫോട്ടോഷൂട്ടിൻ്റെ സ്പോട്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അടിപൊളിയായിട്ട് എല്ലാവരും എടുക്കുന്നുണ്ട്. നമ്മുടെ പേരെന്താ? ഹിബ. അടിപൊളി. ഇപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? എത്രാം ക്ലാസ്സിൽ? 2ാം ക്ലാസ്, LKG എല്ലാം പഠിക്കണം കേട്ടോ.
സ്റ്റാളിൽ പലതരം ചെടികളുടെ വിത്ത് കിട്ടും. അപ്പോൾ ഈ സ്റ്റാളിലൊക്കെ വരുമ്പോൾ എല്ലാവരും നല്ല ചെടികളുടെ വിത്തൊക്കെ വാങ്ങുക. എല്ലാ തരം ചെടികളുടെ വിത്തുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നോക്കിയിട്ടൊക്കെ വാങ്ങാം. ഓക്കെ. ബീഫ് ഉടക്കിയതുണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്, നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. പാലക്കാട് ഫുഡാണ്. അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കുക. അടിപൊളി ഫുഡുണ്ട് പാലക്കാട്, അടിപൊളി ഫുഡുകൾ. അപ്പോൾ ഓരോ ഫുഡിൻ്റെ പേര് നമുക്ക് പരിചയപ്പെടാം. ഇതെന്താ സാധനം? കോട്ടയത്തിൻ്റെ സ്പെഷ്യൽ കപ്പ ബിരിയാണി അല്ലേ? അതെ. അതുപോലെ ഇതെന്താണ്? ചിക്കൻ വറുത്തിട്ട് മസാല കുറച്ചാൾ നമ്മൾ പെരട്ടിയെടുക്കുന്ന ചിക്കൻ ചാക്കോച്ചി ഞങ്ങൾ പേരിട്ട്. ചിക്കൻ ചാക്കോച്ചി അല്ലേ? അടിപൊളിയാണ്, ഞാൻ കഴിച്ച് സൂപ്പറാണ്. ഇത് ഫ്രൈഡ് റൈസ്, ഇത് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പുലാവ് എന്ന് നമ്മൾ. പുലാവ് ഇതും കഴിച്ച് നിങ്ങൾ തന്നല്ലോ, അടിപൊളി ടേസ്റ്റ്. കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ അത് ഇതുപോലെ എന്താണ്? ചിക്കൻ്റെ റോസ്റ്റ് ആ പുലാവിന് നമ്മൾ സൈഡായിട്ട് കൊടുക്കുന്നത്. അതെ അതെ, അതും നല്ല ഗ്രേവി കുറച്ച് നല്ല തിക്കായിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ബീഫ് റോസ്റ്റ്, പഴംപൊരി ബീഫ് റോസ്റ്റ് കോട്ടയത്തിൽ. പഴംപൊരി ഇതിൻ്റെ കൂടെ ഉണ്ടാവും അല്ലേ? സെറ്റാണ്. സെറ്റായിട്ട്. ഇത് പിന്നെ കപ്പ അല്ലേ? ഞങ്ങളിവിടെ മലപ്പുറം പറഞ്ഞു പൂളാന്ന് പറഞ്ഞു. പൂള നമ്മൾ കപ്പ അല്ല മരച്ചീനി കപ്പ. അതെ അതെ. അതുപോലെ ഇതെന്താ? ഇത് കുടംപുളി ഇട്ടിട്ട് അതേ മുളകിട്ട മീൻകറി എന്ന് പറയും. അടിപൊളി അടിപൊളി. അതും കിട്ടിയിരിക്കുന്നത് അതിൽ ഉണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റ്. അതെ. ഈ പായസത്തിൻ്റെ പേരാണ് തേങ്ങാപ്പാൽ അടപ്രഥമൻ. അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കുക, അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. എല്ലാവരും ഇവിടെ വന്ന് കഴിക്കുക, മറക്കരുത്. പിന്നെ വേറെ പായസം ഉണ്ട്, ഇത് നവരത്ന പായസം അല്ലേ? ഇതും അതുപോലെ തന്നെ വിഷു സ്പെഷ്യലാണ്. എല്ലാവരും വന്ന് കഴിക്കുക, ടേസ്റ്റ് നോക്കുക. ഇതെങ്ങനെ ഒരു ഗ്ലാസിൻ്റെ റേറ്റ് എങ്ങനെ? 50 രൂപ. 80 രൂപയാണ്. അതിനുള്ള മുതലുണ്ട്, ഏതായാലും വന്ന് കഴിക്കാം. ഇത് എത്ര റേറ്റ്? 50 രൂപ അല്ലേ? തേങ്ങാപ്പാല് കൊല്ലത്തിന്റെ സ്പെഷ്യലാണ് ഇത്, ഏതായാലും വന്ന് കഴിക്കാം എല്ലാവരും.